ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഈ കാണുന്ന വാക്കുകളൊന്നും തന്നെ പ്ലൂരലുകളല്ല. ഈ വാക്കുകളൊന്നും തന്നെ സിംഗുലറായി ഉപയോഗിക്കുന്നവയുമല്ല. ഇംഗ്ലീഷ് ഭാഷയിൽ എങ്ങനെയാണ് പ്ലൂരലുകൾ രൂപപ്പെടുന്നത് എന്ന് വളരെ ലളിതമായി മനസ്സിലാക്കി തരുന്നതിനുള്ള ഒരു വീഡിയോ ആണിത്. വീഡിയോ മുഴുവനായി കാണുക. ഏവർക്കും ഫ്രണ്ട് ബെഞ്ചിലേക്ക് സ്വാഗതം. ഫോർമേഷൻ ഓഫ് പ്ലൂരൽസ്. പ്ലൂരലുകൾ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, എങ്ങനെയാണ് സിംഗുലർ പ്ലൂരലായി മാറുന്നത്, അതിൻ്റെ നിയമങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നാം പരിശോധിക്കുന്നത്. നമുക്ക് റൂളുകൾ നോക്കാം. ഒന്നാമത്തെ റൂൾ, ജനറലി ബൈ ആഡിങ് എസ് ടു ദി സിംഗുലർ. സാധാരണ നമുക്കെല്ലാവർക്കും ഒരു പൊതുവേ ഒരു സിംഗുലറായ വാക്കിൻ്റെ കൂടെ എസ് ചേർത്താൽ അത് പ്ലൂരലായി മാറും. അതാണ് സാധാരണ ജനറൽ റൂളാണത്. ഇംഗ്ലീഷിലെ ജനറൽ റൂള് എസ് ചേർത്താൽ അത് പ്ലൂരലാവും എന്നാണ്. ഉദാഹരണത്തിന് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ബാഗ് ബാഗ്സ്, ഡോഗ് ഡോഗ്സ്, ഹോഴ്സ് ഹോഴ്സസ്, ചെയർ ചെയേഴ്സ്, ബാഗ് ബാഗ്സ്, ബലൂൺ ബലൂൺസ്, ബോൾ ബോൾസ്, ബക്കറ്റ്സ് ബക്കറ്റ്സ്. രണ്ടാമത്തെ റൂള്, നൗൺ എൻഡിങ് ഇൻ ഓ ആഡ് ഇഎസ്. ഏതെങ്കിലും വാക്കുകൾ ഓയിലാണ് അവസാനിക്കുന്നത് എങ്കിൽ, എൻഡിങ് ഇൻ ഓയിൽ അവസാനിക്കുകയാണെങ്കിൽ, നൗണുകൾ ഏതെങ്കിലും നൗണുകൾ ഓയിലാണ് അവസാനിക്കുന്നത് എങ്കിൽ അതിൻ്റെ കൂടെ ഇഎസ് ചേർക്കണം. ഉദാഹരണം പൊട്ടറ്റോ, പൊട്ടറ്റോസ്, മാംഗോ, മാംഗോസ്, വോൾക്കാനോ, വോൾക്കാനോസ്, കാർഗോ, കാർഗോസ്, നീഗ്രോ, നീഗ്രോസ്, ഇക്കോ, ഇക്കോസ്, ടൊമാറ്റോ, ടൊമാറ്റോസ്. ദർ ആർ എക്സെപ്ഷൻസ് ടു ദിസ് റൂൾ. ഈ റൂളിൽ ചില എക്സെപ്ഷൻസ് ഉണ്ട്, ചില മാറ്റങ്ങളുണ്ട്. ചില വാക്കുകൾ ഇതിൽ പെടാത്തതുണ്ട്. നമുക്ക് കുറേ പഠനത്തിലൂടെയും വായനയിലൂടെയും നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്, അല്ലെങ്കിൽ അതങ്ങനെ തന്നെ പഠിച്ചിരിക്കേണ്ടതാണ്. ഈ റൂളുകളിൽ ചില നമ്മൾ സാധാരണ റൂളിൽ നിന്നും ചില വ്യത്യസ്തമായ ചില വാക്കുകൾ ഉണ്ടായേക്കാം. ഉദാഹരണത്തിന് പിയാനോ. പിയാനോ ഓലാണ് അവസാനിക്കുന്നത് എങ്കിലും അതിൻ്റെ പ്ലൂരലാകുമ്പോൾ എസ്, സാധാരണ എസ് മാത്രമേ ഉപയോഗിക്കുള്ളൂ. സാധാരണ റൂൾ എന്താണ്? ഓയിൽ അവസാനിച്ചാൽ ഇ എസ് ചേർക്കണമെന്നാണ്. എന്നാൽ ഈ വാക്കുകൾ ആ റൂൾ ബാധകമല്ല. അത് അതിൽ നിന്നും വ്യത്യസ്തമാണ്. ഫോട്ടോ, ഫോട്ടോസ്, ഡിനാമോ, ഡൈനാമോസ്, സ്റ്റീരിയോ, സ്റ്റീരിയോസ്, സോളോ, സോളോസ്, റേഷ്യോ, റേഷ്യോസ്. ഇങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. ഇത് ആ റൂളിൽ നിന്നും, ജനറൽ റൂളിൽ നിന്നുമുള്ള മാറ്റമാണ്. ജനറൽ റൂൾ എന്താണ്? ഓയിൽ അവസാനിച്ചാൽ ഇ എസ് ചേർക്കണമെന്നാണ്. എന്നാൽ ആ ജനറൽ റൂളിൽ നിന്നുമുള്ള ചില അതിൽപ്പെടാത്ത ചില വാക്കുകളുണ്ട്, ചില എക്സെപ്ഷൻസ് ഉണ്ട്. അതാണ് ഇത്. ഇനി മൂന്നാമത്തെ റൂള്, നൗൺസ് എൻഡിങ് ഇൻ സ്, സ്, ഷ്, ച്. ഈ സൗണ്ടിലുള്ള വാക്കുകളിൽ അവസാനിക്കുന്ന നൗണുകളിൽ എന്താണ് ചെയ്യുക? ആഡ് ഇ എസ്, ഇ എസ് ചേർക്കണം. സ്, എസ്സിൽ എക്സ്, സ്, ഷ്, എസ് എച്ചിൽ, സി എച്ചിൽ, ച് എന്നുള്ള ഈ ഉച്ചാരണങ്ങൾ വരുന്ന വാക്കുകളാണ് ലാണ് നൗൺ അവസാനിക്കുന്നത് എങ്കിൽ അതിൽ ചേർക്കേണ്ടത് ഇ എസ് എന്നാണ് ആഡ് ചെയ്യേണ്ടത്. നമുക്ക് നോക്കാം. ഫോക്സ്, എക്സിൽ അവസാനിക്കുന്നു, ഫോക്സസ്. ബ്രഷ്, ഷിൽ അവസാനിക്കുന്നു, ബ്രഷസ്. ടാക്സ്, എക്സിൽ അവസാനിക്കുന്നു, ടാക്സസ്. ബെഞ്ച്, ബെഞ്ചസ്. ചർച്ച്, ചർച്ചസ്. വാച്ച്, വാച്ചസ്. ഡ്രസ്, ഡ്രസ്സസ്. നാലാമത്തെ റൂൾ, നൗൺസ് എൻഡിങ് ഇൻ വൈ. ചില നൗൺസുകൾ വൈയിലാണ് അവസാനിക്കുക ആഫ്റ്റർ എ കോൺസണൻറ്റ്. പക്ഷേ എന്താണ്, അതിൻ്റെ മുമ്പത്തെ അക്ഷരം ഒരു കോൺസണൻ്റ് ആയിരിക്കും, വവലായിരിക്കില്ല. ചേഞ്ച് ഇൻ ടു വൈ ഇൻ ടു ഐ. അപ്പോൾ എന്താവും? ഈ വൈ ഐ ആയി മാറുകയും ഇ എസ് ചേർക്കുകയും ചെയ്യും. അതായത് ഏതെങ്കിലും നൗണിൻ്റെ അവസാനത്തിൽ വൈ ആണ്, എന്നാൽ വൈയുടെ തൊട്ട് മുമ്പുള്ള അക്ഷരം കോൺസണൻറ്റുമാണെങ്കിൽ വൈ ഐ ആയി മാറുകയും ഇ എസ് അതിൻ്റെ കൂടെ ആഡ് ചെയ്യുകയും ചെയ്യും. നമുക്ക് നോക്കാം. ബേബി. അപ്പോൾ അവസാനത്തെ അക്ഷരം വൈ ആണ്, മുമ്പത്തെ അക്ഷരം വൈയുടെ മുമ്പത്തെ അക്ഷരം കോൺസണൻ്റ് ആണ്, ബ് എന്ന അക്ഷരമാണ്. ബ്.
ബി എന്ന ലെറ്റർ, ബ് എന്ന സൗണ്ട്. അപ്പോഴെന്താവും? അവിടെ വൈ ഐ ആയി മാറുകയും കൂട്ടത്തിൽ ഇ എസ് ചേർക്കുകയും ചെയ്യും. ബേബീസ് എന്നാവും. പോണി, പോണീസ്. ലേഡി, ലേഡീസ്. ലൈബ്രറി, ലൈബ്രറീസ്. ആർമി, ആർമീസ്. ഫാമിലി, ഫാമിലീസ്. ഡ്യൂട്ടി, ഡ്യൂട്ടീസ്. സ്റ്റോറി, സ്റ്റോറീസ്. ഓക്കെ, നെക്സ്റ്റ് ഇതേ റൂളിൻ്റെ മറ്റൊരു റൂള്, അഞ്ചാമത്തെ റൂള്. നൗൺസ് എൻഡിങ് ഇൻ വൈ. ഇതും വൈയിലാണ് അവസാനിക്കുന്നത്, പക്ഷേ ആഫ്റ്റർ എ വൊവൽ. ഒരു വൊവലിന് ശേഷമാണ് ഈ വൈ വരുന്നത്. നേരത്തെ കോൺസ്റ്റൻറ്റിന് ശേഷമാണ് വൈ വന്നത്, ഇവിടെ വൊവലിന് ശേഷമാണ് വൈ വരുന്നത്. എ ഐ ഒ യു ഇ എന്നുള്ള അക്ഷരങ്ങൾക്ക് ആണ് അതിന് മുമ്പ് വന്നിട്ടുള്ളത്, അതിനുശേഷമാണ് വൈ വന്നിട്ടുള്ളത് എങ്കിൽ അതിൻ്റെ കൂടെ എസ് മാത്രം ചേർത്താൽ മതി. ഉദാഹരണം, ടോയ്. വൈയിലാണ് അവസാനിക്കുന്നത്. സാധാ റൂള് പ്രകാരം അല്ല, ഇവിടെ അതിൻ്റെ മുമ്പത്തെ അക്ഷരം, വൈയുടെ മുമ്പത്തെ അക്ഷരം വോവലാണ്. നേരത്തെ കോൺസ്റ്റൻ്റ് ആയിരുന്നു, ഇവിടെ വോവലാണ്, ഓ ആണ്. അതുകൊണ്ട് ടോയ്സ്, എസ് മാത്രം ചേർത്താൽ മതി. ബോയ്, ബോയ്സ്. അതുകൊണ്ടാണ് ആ റൂൾ അനുസരിച്ച് ബോയ്, ബോയ്സ് എന്ന് എഴുതുന്നത്. കീ, കീസ്. റേ, റേസ്. മങ്കി, മങ്കീസ്. പ്ലേ, പ്ലേസ്. ഡേ, ഡേയ്സ്. ഡൊങ്കി, ഡൊങ്കീസ്. ആറാമത്തെ റൂൾ, നൗൺസ് എൻഡിങ് ഇൻ ഫ്, ഫ്, എഫിലോ എഫ് ഇയിലോ അവസാനിക്കുന്ന നൗൺസുകളാണ്, നാമങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ എന്താവും? ചേഞ്ച് എഫ് ഓർ എഫ് ഇ. ഫ്, ഫ് എന്നുള്ള വാക്കുകൾ എന്തായി മാറും? ടു വി. ആ അക്ഷരം എഫ് പോയി അവിടെ വി എന്നായി മാറും. ആൻഡ് ദെൻ ആഡ് എസ്, എന്നിട്ട് എസ് ചേർക്കും. നമുക്ക് നോക്കാം. വൈഫ്. ഇവിടെ എന്താ ചെയ്യുന്നത്? എഫ് ഇയിലാണ് അവസാനിക്കുന്നത്. ഫ്, വൈഫ്. അവിടെ എന്താവും? എഫും ഇയും പോയി ചേഞ്ചായി വി ആയി മാറും. ശേഷം ഇ എസ് ചേർക്കും. വൈഫ്സ്. നൈഫ്, നൈഫ്സ്. ലൈഫ്, ലൈഫ്സ്. തീഫ്, തീവ്സ്. ലോഫ്, ലോസ്. കാഫ്, കാവ്സ്. shelf, shelves. There are exceptions this rule which add only yes. ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചില എക്സെപ്ഷൻസ് ഉണ്ട്, എസ് മാത്രം ചേർന്ന് വരുന്നു. ഉദാഹരണം, റൂഫ്. റെഫിലാണ് അവസാനിക്കണമെങ്കിലും നേരത്തെ വന്ന മാറ്റം ഇതിൽ വരില്ല. റൂഫ്സ്. സേഫ്, സേഫ്സ്. ഡോഫ്, ഡോഫ്സ്. ബിലീഫ്, ബിലീഫ്സ്. ഗൾഫ്, ഗൾഫ്സ്. ഹൂഫ്, ഹൂഫ്സ്. ചീഫ്, ചീഫ്സ്. പ്രൂഫ്, പ്രൂഫ്സ്. ഏഴാമത്തത്, nouns add en to singular or certain nouns. ഇവിടെ en ചേർന്ന് വരും. സിംഗുലറിൻ്റെ കൂടെ en എന്ന അക്ഷരം ചേർന്ന് വരും. certain noun, ചില നൗൺസിൻ്റെ കൂടെ എങ്ങനെയാണ് പ്ലൂരൽ ഉണ്ടാകുന്നത്? സിംഗുലറിൻ്റെ കൂടെ en എന്ന അക്ഷരം കൂടി ചേർന്ന് വന്നാണ് ചിലത് മാറുന്നത്. ഉദാഹരണം, ചൈൽഡ്, ചിൽഡ്രൻ. അവിടെ ആറും കൂടി വരുന്നുണ്ട്. ഓക്സ്, ഓക്സൺ. സാധാരണ റൂള് en ചേരും എന്നുള്ളതാണ്. ചിലത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വന്നേക്കാം. 8. certain nouns change into inside vowel. ചില നൗൺസുകളിൽ അതിൻ്റെ ഉള്ളിലെ വോവലിനാണ് മാറ്റം വരിക. അങ്ങനെ പറഞ്ഞാൽ മനസ്സിലായാൽ നമുക്കത് കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവും. ചില നൗണുകളുടെ ഉള്ളിലെ വോവലായിട്ടുള്ള എ ഇ ഐ ഒ യു ഇ ഇതിലേതെങ്കിലും വന്ന അക്ഷരങ്ങളിലാണ് മാറ്റം വരിക. ഇപ്പം മാൻ, അതിൻ്റെ പ്ലൂരൽ ഇവിടെ വോവൽ ഏതാണ്? എ ആണ്. അപ്പോൾ അവിടെ അതിനാണ് മാറ്റം വരിക. മെൻ, അതിൻ്റെ പ്ലൂരൽ മെൻ എന്നാണ്. ടൂത്ത്, അതിൽ ഓ ആണ്, അതിൽ മാറ്റം വരും. ടീത്ത്. ഫുട്ട്, ഫീറ്റ്. ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. മൗസ്, മൈസ്. വുമൺ, വിമൻ. ഗൂസ്, ഗീസ്. ലോവ്സ്, ലൈസ്. 9ാമത്തെ റൂള്, കോമ്പൗണ്ട് നൗൺസ് ആഡ് എസ് ടു ദ പ്രിൻസിപ്പൽ വേർഡ്. അതായത് ഒന്നിൽ കൂടുതൽ വാക്കുകൾ ചേർന്ന് ഒറ്റ മീനിങ് കിട്ടുന്ന ചില വാക്കുകളുണ്ട്. അത് കോമ്പൗണ്ട് നൗൺസ്. ഈ നൗണിൻ്റെ കൂടെ പ്രിൻസിപ്പൽ വേർഡിൻ്റെ കൂടെ അതിൻ്റെ പ്രധാനപ്പെട്ട വാക്കിൻ്റെ കൂടെ എസ് ചേർത്ത് കൊണ്ടാണ് മാറ്റം വരുന്നത്. മദർ ഇൻ ലോ. അപ്പോൾ മദറാണ് അതിൻ്റെ
മെയിൻ പ്രിൻസിപ്പൽ വേർഡ് അത് പ്ലൂരലാക്കിയിട്ടാണ് ചിലത് വരിക. മദേഴ്സ് ഇൻ ലോ, സൺ ഇൻ ലോ, സൺസ് ഇൻ ലോ, ഡോട്ടർ ഇൻ ലോ, ഡോട്ടേഴ്സ് ഇൻ ലോ, ഫാദർ ഇൻ ലോ, ഫാദേഴ്സ് ഇൻ ലോ, സ്റ്റെപ്പ് ഡോട്ടർ, ഇവിടെ മെയിൻ ഇത് ഡോട്ടറാണ്, അപ്പോൾ സ്റ്റെപ്പ് ഡോട്ടേഴ്സ്, മെയ്ഡ് സെർവൻറ്റ്, മെയ്ഡ് സെർവൻസ്, പാസർ ബൈ, പാസേഴ്സ് ബൈ, സ്റ്റെപ്പ് സൺ, സ്റ്റെപ്പ് സൺസ്. There are some exemptions this rule. ഈ റൂളിലും ചില എക്സംഷൻസ് ഉണ്ട്. വിച്ച് ടേക്ക് ഡബിൾ പ്ലൂരൽ. അതിൻ്റെ എക്സംഷൻ എന്താണെന്ന് വെച്ചാൽ രണ്ട് വാക്കും പ്ലൂരൽ ആയി മാറും. അപ്പോൾ നമുക്ക് നോക്കാം. മാൻ സെർവൻറ്റ്. അപ്പോൾ ഇവിടെ മാനും പ്ലൂരലാക്കും, സെർവൻറ്റും പ്ലൂരലാക്കും, അങ്ങനെ വരും. അത് മറ്റേ റൂളിൻ്റെ ഒരു എക്സെപ്ഷനാണ്. നോക്കാം. മെൻ സെർവൻസ്, മെൻ സെർവൻസ്. അപ്പോൾ മാന് മെന്നും ആയി പ്ലൂരലായി, സെർവൻറ്റ് സെർവൻസായി. വുമൺ ടീച്ചർ, വിമൻ ടീച്ചേഴ്സ്. വുമൺ സെർവൻറ്റ്, വിമൻ സെർവൻസ്. മാൻ ടീച്ചർ, മെൻ ടീച്ചേഴ്സ്. അങ്ങനെ വരാം. 10ാമത്തെ നൗൺസ് ആർ ദ സെയിം ഇൻ സിംഗുലർ ആൻഡ് പ്ലൂറൽ. ചില നൗണുകൾ സിംഗുലറിലും പ്ലൂരലും ഒരേപോലെയാണ് ഉപയോഗിക്കുക, ഒരു മാറ്റവും ഉണ്ടാവില്ല. ഡിയർ, സ്കോർ, സ്വൈൻ, ഷീപ്പ്, പെയർ, ഡസൻ, ഫിഷ്, 100 ഇതെല്ലാം അതുപോലെ തന്നെയാണ് പ്ലൂരലിലും ഉപയോഗിക്കുക, ഒരു മാറ്റവും ഉണ്ടാവില്ല. സിംഗുലറിലും പ്ലൂരലും പ്ലൂരലാണ് എന്ന് നമുക്ക് അതിൻ്റെ ആ വാക്യത്തിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്ന് മാത്രം. എന്നാൽ ഈ നൗണിൽ മാറ്റം വരില്ല. നൗൺസ് യൂസ്ഡ് ഓൺലി ഇൻ പ്ലൂരൽ. ചില നൗണുകൾ പ്ലൂരലായേ ഉപയോഗിക്കാറുള്ളൂ. സിസേഴ്സ്, ട്രൗസേഴ്സ്, ഡ്രോയേഴ്സ്, മീസിൽസ്, മംസ്, സ്പെക്ടക്കിൾസ്, ടോങ്സ്, താങ്ക്സ്, അസറ്റ്സ്, ബില്യാർഡ്സ്. ഇതൊക്കെ പ്ലൂരലായി മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ഇതിൻ്റെ സിംഗുലറായി ഉപയോഗിക്കാറില്ല. ഇത് സിംഗുലറാണെങ്കിൽ അങ്ങനെ തന്നെ ഉപയോഗിക്കുക. പ്ലൂരലായി മാത്രമേ ഇത് ഉപയോഗിക്കാറുള്ളൂ. 12ാമത്തെ റൂൾ, അവസാനത്തെ റൂൾ. സം നൗൺസ് ആർ പ്ലൂരൽ ഇൻ ഫോം ബട്ട് യൂസ്ഡ് ഇൻ സിംഗുലർ. ചില വാക്കുകൾ നമുക്ക് കണ്ടാൽ പ്ലൂരലാണെന്ന് തോന്നും, പക്ഷേ ഇതൊക്കെ സിംഗുലറാണ്. ന്യൂസ്, വാർത്ത എന്നാണ് അർത്ഥം. ഫിസിക്സ്, മാത്തമാറ്റിക്സ്, പൊളിറ്റിക്സ്, ഇന്നിങ്സ്. ഇതൊക്കെ കണ്ടാൽ നമുക്ക് എസ് ചേർന്നുകൊണ്ട് പ്ലൂരലാണെന്ന് തോന്നുമെങ്കിലും ഇതെല്ലാം സിംഗുലറുകളാണ്, ഇതെല്ലാം ഏകവചനങ്ങളാണ്. ലെറ്റ്സ് ചെക്ക്. നമുക്ക് നമ്മൾ പഠിച്ചത് എത്രമാത്രം മനസ്സിലായി എന്നൊന്ന് പരിശോധിക്കാം. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് കറക്റ്റ് ഫോം ഓഫ് നൗൺ. ഈ നൗണിൻ്റെ, അതായത് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന നൗണിൻ്റെ പ്ലൂരൽ ഫോം ഇങ്ങോട്ട് എഴുതണം, കറക്റ്റ് ഫോമാക്കി എഴുതണം. ചൈൽഡ്, രണ്ടാമത്തേൽ വുമൺ. അപ്പോൾ നിങ്ങൾ അത് നോക്കി ഈ പ്രവർത്തനം സ്വന്തമായി ചെയ്ത് നോക്കുക. ഒരു പ്രവർത്തനം കൂടിയുണ്ട്, രണ്ടാമത്തെ പ്രവർത്തനം. കറക്റ്റ് ദ ഫോളോയിങ് സെൻറ്റൻസ്. ഈ സെൻറ്റൻസിൽ ചില പ്ലൂരലുകൾ കൊടുത്തിട്ടുണ്ട്, എന്നാൽ അതിൽ തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് ശരിയായ വാക്ക് അവിടെ എഴുതണം. സ്റ്റോറീസ്, തീവ്സ്, മങ്കീസ്, ലേഡീസ്, വാച്ച്സ്, പിയാനോസ്, പൊട്ടറ്റോസ്, ചെയർസ്. അങ്ങനെ കുറേ വാക്കുകൾ ഇതിലുണ്ട്. ചില നൗണുകൾ പ്ലൂരലാക്കിയാണ് ഇത്. അതിൻ്റെ ശരിക്കും അതിൻ്റെ പ്ലൂരൽ അങ്ങനെ ആയിക്കൊള്ളാമെന്നില്ല. അത് നമുക്ക് ശരിയായി കണ്ടെത്തുക. ഇതുവരെയുള്ള വീഡിയോ നിങ്ങൾ കണ്ടുവല്ലോ. ഈ പ്രവർത്തനം ചെയ്തതിന് ശേഷം മാത്രമേ തുടർന്നുള്ള വീഡിയോ നിങ്ങൾ കാണാം. അതുകൊണ്ട് ആദ്യം നിങ്ങൾ ഈ പ്രവർത്തനം പൂർത്തിയാക്കുക. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് കറക്റ്റ് ഫോം ഓഫ് നൗൺ. നമുക്ക് നോക്കാം, അതിൻ്റെ ഉത്തരം നോക്കാം. ചൈൽഡാണ്, ചൈൽഡിൻ്റെ പ്ലൂരൽ ചിൽഡ്രൻ എന്നാണ്. മറ്റേത് വുമൺ എന്നാണ്, അതിൻ്റെ പ്ലൂരലാണ്. നമുക്കറിയാം അതിൻ്റെ റൂൾ അനുസരിച്ച് വിമൻ എന്നാകുന്നു. അതിൻ്റെ ഉള്ളിലെ
വൊവലിനാണ് മാറ്റം വരുന്നത്. മാൻ മെന്നാകുകയാണ് ചെയ്യുന്നത്. സേഫ് ഈ എഫിയിലാണ് അവസാനിക്കുകയെങ്കിലും അത് അതിൻ്റെ സാധാ റൂളിൽ നിന്നും മാറിയ വാക്കാണ്. അതുകൊണ്ട് ES ആണ് സേഫ്സ്. S ചേർത്താൽ മതി. ഫോട്ടോസിൽ ഓയിലാണ് അവസാനിക്കുകയെങ്കിലും S മാത്രമേ ചേരൂ. ടൊമാറ്റോ ഓയിലാണ് അവസാനിക്കുന്നത്, അതുകൊണ്ട് ES ചേർക്കണം. ടൊമാറ്റോസ്. കീ വൈയിലാണ് അവസാനിക്കുന്നത് എങ്കിലും അതിൻ്റെ സാധാരണ റൂളാണ്, S ആണ് ചേരുന്നത്. സ്റ്റോറി ഇവിടെ ചെറിയ വ്യത്യാസമുണ്ട്. ഇവിടെ ഫ്ലാറ്റ് 5 സ്റ്റോറീസ് എന്നാണ്. ഇവിടെ സാധാ കഥ എന്നുള്ള അർത്ഥത്തിലല്ല, തട്ടുകൾ, നിലകൾ എന്ന അർത്ഥത്തിലാണ്. അതുകൊണ്ട് സ്റ്റോറി YS ആണ്, സ്റ്റോറീസ്. ഇവിടെ അടുത്തത് ലോഫ് എന്നാണ്. ഇപ്പോൾ ലോവ്സ് എന്നാണ് Fൽ അവസാനിക്കുന്നത് കൊണ്ട്. നെക്സ്റ്റ്, കറക്റ്റ് ദ ഫോളോയിങ് സെൻറ്റൻസസ്. ദ ബുക്ക് ഹാസ് മെനി സ്റ്റോറീസ്. അവിടെ സ്റ്റോറീസ് എന്നുള്ളതാണ്, അവിടെ ശരിക്കും സ്റ്റോറീസ് എന്നാണ്. Y ഇതിൽ അവസാനിക്കുന്നത് കൊണ്ട് അങ്ങനെയല്ല, സ്റ്റോറി IES ആണ്. Y മാറി അതിൻ്റെ മുമ്പത്തേത് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ IES ആണ് ചേരുന്നത്. തീവ്സ് Fൽ അവസാനിച്ചതുകൊണ്ട് Fും പോയി VES വരുന്നു. മങ്കീസ് അവിടെ S മാത്രമേ വരൂ, മങ്കീസ്. ലേഡീസ് Yയിലാണ് അവസാനിക്കുന്നത്, മുമ്പത്തെ കോൺസ്റ്റൻ്റ് ആണ്, അതുകൊണ്ട് IES ആണ് ചേരുന്നത്, ലേഡീസ്. വാച്ചസ് എന്നതിലാണ് അവസാനിക്കുന്നത്, CHൽ അവസാനിക്കുന്നു, അതുകൊണ്ട് ES ആണ് ചേരുന്നത്, വാച്ചസ്. പിയാനോ ഓല അവസാനിച്ചാൽ റൂള് വേറെയാണ്. എന്നാൽ പിയാനോ എന്നുള്ള വാക്ക് എക്സെപ്ഷൻസിൽ വരുന്നതാണ്, സാധാ റൂളിൽ നിന്നും മാറി നിൽക്കുന്ന വാക്കായതുകൊണ്ട് S മാത്രമേ വരുള്ളൂ, പിയാനോസ്. പൊട്ടറ്റോസ് അവിടെ ഓയിലാണ് അവസാനിക്കുന്നത്, അതുകൊണ്ട് ES ചേരും, പൊട്ടറ്റോസ്. ചെയർ ജനറൽ റൂളിൽ വരുന്നതാണ്, അതുകൊണ്ട് S മാത്രമേ ചേരുള്ളൂ, ചെയർസ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നത് വരെ ഏവർക്കും ബൈ.